അപ്പോൾ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗേസ്, ഒരു ലോങ് ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ FC മൊബൈലിൻ്റെ കണ്ടൻസുമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ ടീം ഒന്ന് വീണ്ടും ഒരു റീസ്റ്റോർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ പഴയ ടീമിൽ കളിച്ച് ബോറടിച്ചുകൊണ്ട് ഞാൻ ഉള്ള പ്ലേയേഴ്സിനെല്ലാം എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. സോ വീണ്ടും ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് ഈ റീസ്റ്റോർ ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഇത് റീസ്റ്റോർ ചെയ്തിട്ട്. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. സോ ഇന്ന് രാവിലത്തെ എക്സ്ട്രാ ടൈം പാക്കിൽ നിന്ന് 250 ഡയമണ്ട് ഒരു ഇതില്ലേ 85 തൊട്ട് 111 അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഗീസ്. ഇത് 250 ഡയമണ്ട്സിൻ്റെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തിയറി 100 കാണിച്ചു തരാം ഗീസ്. ഓക്കെ ഗൈസ്, ഗെയിം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഗൈസ്, നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, അതാണ് താമസിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാണ് ഞാൻ റീസ്റ്റോർ ചെയ്ത ടീം. ലുക്ക് അറ്റ് ദിസ് കാർഡ് ഗൈസ്, തിയറി 100. 21 ട്രെയിനിങ്ങിലാണ് എനിക്ക് ഇത്രയും ഗുഡ് സ്റ്റാറ്റ്സ് ഗൈസ്. നല്ല കാർഡാണ്. വെയിറ്റ് ഗൈസ്, ഇനി ഇതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പം കറക്റ്റായി ഗൈസ്. പറയുമ്പോൾ 171 പേസ് ഉണ്ട് ഗൈസ് 100ക്ക് നിലവിൽ. ഓക്കെ ഗൈസ്, നമുക്കൊരു മാച്ച് കളിച്ച് കാണിച്ചു തരാം. അതിനോട് നിങ്ങൾ എത്ര ഒരു സ്ലാത്തനെ എടുത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കാർഡ്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ആദ്യമേ മടി പിടിച്ചിരുന്നുകൊണ്ട് ഇനി അത്ര ഗുമ്മില്ലായിരുന്നു കളിച്ചു തീർക്കാൻ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇത്രയും ചാപ്റ്റർ കളിച്ചു തീർന്നിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഇനി ഒരു 3 മാച്ചസ് കൂടെ ഉള്ളൂ. അപ്പം 3 ചാപ്റ്റർ ഞാൻ തീർക്കും. ഇതുപോലെ ഇതൊരു സിമ്പിൾ ഗെയിംസാണെന്ന് തോന്നുന്നു. ഞാനിത് ഈ ഒരു ചാപ്റ്റർ 3 മാച്ചസ് കൂടെ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഹെൻറിയെ റിവ്യൂ ചെയ്യാനാണ് കളിക്കുന്നത്. നിങ്ങളൊക്കെ കുറേ പേർക്ക് കിട്ടി കാണും. ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. ഓക്കെ ഗൈസ്, സ്റ്റാർട്ടിങ് വിത്തിൻ 1 മിനിറ്റ് എൻ്റെ ഒലീസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് എക്സ്ട്രാ ടൈമിൽ നിന്ന്. അതിനെ വെച്ചാണ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് കോർണറിൽ നിന്ന്. പിന്നെ ഗൈസ്, എനിക്ക് ഒലീസെ, സിദാൻ, അതിനോടൊപ്പം നമ്മുടെ തിയറി 100, എൻ്റെ കയ്യിലുള്ള എല്ലാ നല്ല കാർഡ്സും എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടിയത് എക്സ്ട്രാ ടൈമിൽ നിന്ന്. എനിക്ക് പാക്കിന് ഇതുവരെ ഒറ്റ നല്ല കാർഡ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് 111 കാർഡ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് പേര്.
അതിനോട് ഡേ ഇൻ മൈ ലൈഫ് ജോട്ട എന്ന് അടിച്ചു കൊടുത്താൽ ഷോർട്സിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 5 days ago എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അവൻ്റെ ചാനൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. സോ ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹൊൺട്രി ആദ്യം എടുത്തപ്പോൾ അത്ര ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഗീസ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇതില്ലായിരുന്നു. പിന്നെയാണ് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഗുമ്മൊക്കെ വന്നത് ഹൊൺട്രിക്ക്. എന്നോട് നമ്മുടെ ടീമിലെ ക്യാപ്റ്റനും പുള്ളി തന്നെയാണ്. ഓക്കെ ഗേസ്, സ്ലാത്തൻ്റെ ഈ ചാപ്റ്റർ നിങ്ങൾ എത്ര പേര് തീർത്ത് ഗേസ്? എല്ലാം തീർത്ത് എത്ര പേര് എല്ലാ സ്ലാത്തനെ എടുത്തു? അത് കുറേ സമയം എടുക്കും ഗേസ് മൊത്തം കളിച്ച് തീർക്കാൻ. ആ കറക്റ്റ് ടൈം ലിമിറ്റേഷനുള്ളിൽ ഓരോ ചാപ്റ്റർ വെച്ച് തീർത്തിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനെ. ഞാൻ ഇത് അവസാനം വരെ വെച്ചുകൊണ്ടിരുന്ന് അവസാനം കയറി കളിക്കുകയാണ് ഗേസ്. തുടക്കം തൊട്ടാ കളിച്ചു തുടങ്ങിയിരുന്നെങ്കിലും സിമ്പിളായിട്ട് എടുക്കാമായിരുന്നു. ഇത് കുറേ നേരം കളിക്കണം ഗേസ്. പിന്നെ ഞാൻ പറഞ്ഞ ഫ്രണ്ട് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാ. ഓക്കെ, ഹൊൺട്രി ഗേസ്. പിന്നെ ഇത്രയും നാൾ ഞാൻ ലോങ് ബ്രേക്ക് എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഗേസ്. അതുകൊണ്ടാണ്, പരീക്ഷയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാൻ പറ്റായിരുന്നത്. ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇന്നും ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഇത് കാണുന്നവരെല്ലാം ചെന്ന് അതും കൂടെ ഒന്ന് കയറി ലൈക്കും ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ട് വരിക. ഇതിൽ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പിന്നെ നിങ്ങളെ FC കളിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓ ഗേസ്, സിദാൻ ഗോൾ അടിച്ചു ഗേസ്. ഇപ്പം തന്നെ 4-1 ആയി. ഓക്കെ, പിന്നെ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് റൊണാൾഡോയുടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ പോലും എനിക്ക് എല്ലാവരും ഇഷ്ടം തന്നെയാണ്. സോ ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ നെയ്മറിനെ ഇടുന്നുണ്ട്. ഇനി ഞാൻ മെസ്സിയെ ഇടും. നമ്മളെല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം ഗീസ്. ഓക്കെ, പിന്നെന്താ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ FC മൊബൈലിലെ അക്കൗണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നു. താല്പര്യമുള്ളവർ കമൻ്റ് ഇടുക, പേര്, നെയിം. ഓക്കെ, സംഭവം വന്നില്ല. ഓക്കെ, സിദാൻ്റെ ലോങ് റേഞ്ചർ വേസ്റ്റ്.
യെസ്, അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് യെസ്. ഇനി ഒരു മാച്ച് കൂടെ കളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ പേരാണ് നോട്രിക്സ് 777. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ അവനോട് കുറച്ച് സപ്പോർട്ട് കിട്ടാമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. അവന് ഏകദേശം നല്ല സബ്സ്ക്രൈബർ ഉണ്ട് എന്നെക്കാളും. ഏകദേശം 352 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവന്. സോ അത്ര ആയിരുന്നു ഞാൻ ഇടുന്ന ഷോർട്സ്. ഇനി അടുത്ത ഞാൻ നാളെ ഇടും മെസ്സിയുടെ. അപ്പം മെസ്സി ഫാൻസ് എല്ലാം അസംബിൾ ആവും അവിടെ നാളെ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നാക്കൊക്കെ ചിലപ്പോൾ ഇതാവുന്നുണ്ട് കേസ്, എനിക്ക് കുഴയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നാക്കൊക്കെ ഒന്ന് കുഴഞ്ഞു പോകുന്നുണ്ട്. ഓവറായിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ ഗേസ്, ഫിലിപ്പി ഇവരൊക്കെ ലോ റേറ്റഡ് കാർഡാണ് ഗേസ്. പക്ഷേ ഇവർ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ലോ റേറ്റഡ് ഗോൾ കീപ്പർ, നല്ലൊരു ഗോൾ കീപ്പറിനെ ഞാൻ പറഞ്ഞുതരാം. അത് വോൺ ബാൽമോസ് എന്ന് പറയുന്നൊരു 73യുടെ കാർഡുണ്ട് ഗേസ്. കിഡിക്ക് ഗോൾ കീപ്പറാണ് ഗേസ്, ഒന്നും പറയില്ല. ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിലൂടെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. 113 അവൻ്റെ ഒയർ. ഞാൻ ഇത് അക്കൗണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്തൊന്നുമില്ല. കുറേ നല്ല പ്ലസിനെല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് 95 ഒയർ ഉള്ളായിരുന്നു ആ സമയത്ത്, ആ 113 കൂടെ കളിച്ചപ്പോൾ. ബട്ട് ഞാൻ അവൻ്റെ കൂടെ 1-0 ഈ തോറ്റത്. അവൻ്റെ ജോർജ് ബെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഇഷ്ടംപോലെ നല്ല പ്ലേയേഴ്സ്, സോളോ ഉണ്ടായിരുന്നു, പിന്നെ കുറേ പേരുണ്ടായിരുന്നു ഈ അവൻ്റെ. ബട്ട് അവ അടിച്ചത് ഒറ്റ ഗോളാണ്. പിന്നെ വോൺ ബാൽമോസ് അവൻ്റെ 116 ബെസ്റ്റിൻ്റെ ഷൂട്ട്സൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്ക് പ്ലീസ്, എങ്ങനെ ഉണ്ടെന്ന് പറ. പിന്നെ ലോ വിയറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോ ഫ്രണ്ട്സിൻ്റെ കൂടെ പിടിച്ചിരിക്കണമെങ്കിൽ അതിനൊക്കെ വെരി ബെറ്ററാണ്. ഓ ഗേസ്, ഒലീസെ ഒലീസെ വൺ മോർ. ഈ ഒരു മാച്ചോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഫേസ് റിവ്യൂ ചെയ്യണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സാരയിൽ. ഗേസ്, അത് കഴിഞ്ഞ ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. അതിനകത്ത് ഒരു ഇതുകൊണ്ടുണ്ട് ഗേസ്, എന്താ PSG ഒരു കിറ്റൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ക്ലെയിം ചെയ്യട്ടെ ഗേസ്. ഫുൾ കിറ്റാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഗേസ്, അത് ക്ലെയിം ചെയ്യാം. അത് PSG 2015 to 16 ഒരു തോട്ട് പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ കെയിം ലൈക്ക് എ കിങ്, ലെഫ്റ്റ് ലൈക്ക് എ ലെജൻഡ്, സ്ലാത്തൻ ഇബ്രാഹിമോവിച്ച്. ഗേസ്, ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത മനുഷ്യനാണ് ഗേസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇദ്ദേഹം ഫ്രണ്ടിൽ നിന്ന്. ഇനി എത്ര മാച്ചസ് കൂടെ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 മാച്ചസ് കൂടെ. ഇതിൽ നിന്ന് 15 മാച്ചസ്. ഓക്കെ, ഞാൻ ഈ മാച്ച് കളിക്കുന്ന നിർത്തുകയാണ്. പിന്നെ എന്താ, ഒരു പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഡയമണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല ഗേസ്, പാക്ക് ഓപ്പൺ ചെയ്യാനൊന്നും എൻ്റെ ഇല്ല. അതാരോ കേസ് എൻ്റെ ഡോണ്ട് നോ. ഇത് UCL ഏതോ പ്ലെയറുണ്ട് കേസ്. ആരോ കേസ് ഇത്.
യൂസിയല്ലേ ലാസ്റ്റ് ഒന്നും അതിലെ പെലെ മറഡോണ ആ ഇവൻ്റില്ലേ. ഓക്കെ, നമ്മളിനി ലോകത്തിലോട്ട് പോകുന്നേ. ഗേസ് ഈ ഈവൻറ്റ് ഗ്രാസ് റൂട്ട് ഗ്രേറ്റ്സ് എന്ന് പറയുന്നൊരു ഈവൻ്റ് ഇട്ട് പുതിയതായിട്ട് വന്നതാണ്. ഇത് ഓപ്പൺ ആകാൻ ഭയങ്കര പാടാണ്. ഓക്കെ ഗേസ്, ഞാൻ ഇതിൽ ആരെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ട് ഗേസ്. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു ടീമിൻ്റെ അവസ്ഥ വെച്ച് ഇതിൽ ആരെങ്കിലും വേണം. എന്നാലും സ്ട്രൈക്കറിനെ ലെഫ്റ്റ് വിങ്ങിനെയൊന്നും വേണ്ട, റൈറ്റ് വിങ്ങിനെയും വേണ്ട. കാരണം ഫ്രണ്ട് 3 ഓൾറെഡി ഓക്കെയാണ്. അതിൻ്റെ കൂടെ എൻ്റെ സ്ട്രൈക്കറായിട്ട് ഞാൻ ഇബ്രാഹിമോവിച്ചിനെ എന്തായാലും എടുക്കും. ഇനി ഗോൾ കീപ്പറിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. വിഖാരിയോ ഇതിന് ഇതുവരെ ഷാർട്സ് ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, 0 ഷാർട്സാണ്. പിന്നെ ഇനിയും ഡിബാല ഉണ്ട് ഗീസ്, പൗലോ ഡിബാല. ഇവിടെ നല്ലൊരു കാർഡ് ഷാഹിലുണ്ട് ഗീസ്. ഗേസ് നല്ല കാർഡാണ് ഗീസ്. 122 ഷൂട്ടിംഗ് ഉണ്ട്. അട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ പവർ ഹെഡറുണ്ട്, ഓപ്പൺ ഫേക്ക് ഷോട്ട്സ് അതുണ്ട്. പിന്നെ വർക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ ഡിഫെൻസിലും അറ്റാക്കിലും ഏകദേശം മീഡിയം. അറ്റാക്കിൽ നല്ല റേറ്റ് ഉണ്ട്, ഡിഫെൻസിലും പുള്ളി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെന്താ സ്റ്റാർ പാസ് ചെയ്യല് റിവാർഡ്സ് വേണ്ട ഗീസ്, അത് പിന്നെ ക്ലെയിം ചെയ്യും. ഓക്കെ, ഒരു 500 ജംസ് ഉണ്ടായിരുന്നു. നമുക്കൊരു പാക്ക് ഓപ്പൺ ചെയ്യുന്നു, ബട്ട് അതില്ല. വെയിറ്റ് ഗീസ്, നോക്കിയിട്ട് വരട്ടെ. ഇപ്പം തന്നെ ഈ വീഡിയോ എത്ര ടൈം ഡ്യൂറേഷൻ എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം ഒരു 10-16 മിനിറ്റ് ആയിട്ടുണ്ട് ഗീസ്. ഒരു 1000 ജംസ് വേണം ഗീസ്. ട്രൈ ചെയ്ത് നോക്കാം. 1000 അല്ല 500 മതി. നോക്കട്ടെ ഗീസ്, ഇവിടെ എങ്ങനെ ഉണ്ടോ. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് തോന്നുന്നു എവിടെയോ കിട്ടാനുണ്ടെന്ന് ഗീസ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതിലല്ലേ ഇതിൽ 200 ജംസ്, ഇതിലൊരു മെച്ചറാണോ? 100 ജംസ് ഒന്നും പോലെ ഗീസ്. ഇവിടെ എങ്ങനെ ഒരു 500 ജംസ് ഇല്ല ഗീസ്. കാണിച്ചു തന്നെ ഒരു പാക്ക് ഓപ്പൺ ചെയ്തു. ഇന്നൊരു പാക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല ഗീസ്. എന്താ പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം. നോക്കട്ടെ. അതെടുക്കാം, എന്നിട്ട് പിന്നെ നോക്കാം, ട്രൈ ചെയ്യാം ഗീസ്. നമുക്ക് എങ്ങനെയും ഇന്നൊരു പാക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അത് ഇന്ന് നല്ല ആരെയും കിട്ടൂല ഗീസ്. ഇന്ന് ഓൾറെഡി ഒരു 100 കിട്ടിയുകൊണ്ട് ഇന്ന് ആരെയും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഗീസ്. FC നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം ഒറ്റ ഗുഡ് പ്ലെയറിനെ നമുക്ക് പാക്ക് ചെയ്യുന്ന കിട്ടത്തുള്ളൂ. പാക്ക് ചെയ്യുന്നോ അല്ലാതെ എങ്ങനെയായാലും ഒറ്റ ഗുഡ് പ്ലെയറിനെ കിട്ടത്തുള്ളൂ. അത് ഇന്ന് എനിക്ക് ഹെൻറി കിട്ടിയോണ്ട് നാളെ ഇന്ന് ആരെയും കിട്ടാൻ സാധ്യതയില്ല ഗീസ്. കറക്റ്റ് ആ ഓട്ടോയിൽ കൂടെ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗീസ്. ഞാൻ one more. Oh shit guys. Oh guys. അതൊന്നും കളിക്കേണ്ടി വരും ഗീസ്. ഞാൻ വന്നത് ന്യൂബായി പോവാ ഗീസ്. ഇനിയിപ്പോൾ എത്ര മിനിറ്റ് കൂടെ ഉണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. എത്ര മണിക്ക് തുടങ്ങിയതാ? 4 ഇപ്പം 20 മിനിറ്റ് ആവാറുണ്ട് ഗീസ്. നിങ്ങളെ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു 24-25 മിനിറ്റിനുള്ളിൽ ഞാൻ തീർക്കും ഗീസ്. ഷുവറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് FC മൊബൈൽ ഇഷ്ടമുണ്ട്? എനിക്ക് ആവശ്യത്തിന് ഇഷ്ടമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരുമാതിരി എല്ലാ ഈവൻറ്റ്സും ബോറാക്കി കളയും ഗീസ്. അതായത് ഒന്നും നല്ല പ്ലെയർ ആരുമില്ല, നമുക്കൊരു ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആരും കാണത്തില്ല ഗീസ്. അങ്ങനെ അന്ന് ലാലിഗ വന്ന ടൈമിൽ, ലാലിഗയുടെ ഒരു ഇവൻ്റ് ഇല്ല ഗീസ്, അത് വന്ന ടൈമിൽ എല്ലാവർക്കും ഫേസ് ചെയ്ത പ്രശ്നം വരുന്നത് ഒരു ഈവൻറ്റും ഇല്ല നേരമാണ് കളിക്കാനായിട്ട്. അന്ന് എല്ലാവരും കുറേ പേരൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയത് അതുകൊണ്ടാണ് ഗീസ്, ആ ലാലിഗയുടെ ഇവൻ്റ്.
ആർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ എഫ് സിക്കാർ ബോറാക്കിയില്ലെങ്കിൽ എഫ് സി നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെ ഒരു ഇവൻറ്റ് മിനിമം 2 മാസമെങ്കിലും വെക്കണം. ഒരു 30 ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ എടുക്കാം. ഓക്കേ, ഇപ്പം എത്ര സമയം? 20 മിനിറ്റ് ആയെന്ന് തോന്നി ഇപ്പം തന്നെ. 20 മിനിറ്റ് ആയി. കറക്റ്റ് 20 മിനിറ്റ് ആയി ഗേസ്. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യും. കാരണം ഓവർ ടൈം ആക്കിയാലും നിങ്ങൾക്ക് ബോറടിക്കും. ഈ സാധനം ഹെൻറി കഴിഞ്ഞോളൊക്കെ ഇതിന് ഏതോ ഒരു മണ്ടനായിരുന്നു, വാൻ ബോമൽ എന്ന് പറയുന്ന ഒരു പൊട്ടനായിരുന്നു എനിക്ക് കിട്ടിയത് ഈ ലെഫ്റ്റ് നിന്നായിട്ട്. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗേസ്. എനിക്ക് ഒട്ടും ഇത് കിട്ടാറില്ല, ഈ കൺട്രോൾ കിട്ടത്തില്ല ഗേസ്. ഈ ബാഡ് പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓ ഗേസ്, ജസ്റ്റ് മിസ് ഗേസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളത്തെ ഞാൻ ഇനി എന്നാണ് വീഡിയോ ഇടുന്നത് നാളെയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് മൂടുള്ളപ്പോഴേ ഞാൻ വീഡിയോ ഇടത്തുള്ളൂ. അതുകൊണ്ട് ഇനി എന്നാണ് വീഡിയോ ഇടുന്നത് അന്ന് കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.